إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളും മഹാത്മാക്കളും മുഴുവൻ പാർട്ടികളും നേതാക്കളും സംയുക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രധാന സന്ദേശമാണ് നാം എല്ലാവരും പരസ്പരം സാഹോദര്യത്തിൽ കഴിയണമെന്നത്. മതങ്ങൾക്കും പാർട്ടികൾക്കുമിടയിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പരസ്പരം സാഹോദര്യം പുലർത്തണം എന്ന കാര്യത്തിൽ ആർക്കുമിടയിൽ യാതൊരു ഭിന്നതയുമില്ല. ശത്രുതയിൽ കഴിയാൻ ഈ ലോകത്ത് ഒരു മഹാത്മാവും പഠിപ്പിക്കുന്നുമില്ല. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന്റെയും മുൻഗാമികളായ മഹത്വക്കരുടെയും പ്രധാനപ്പെട്ട സന്ദേശവും സാഹോദര്യമാണ്. ഘർ വാപസി എന്ന പേരിൽ പരസ്പരം അകൽച്ചയുണ്ടാക്കുന്ന ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നൊരു പ്രവണത നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പഴയ സംസ്കാരത്തിലേക്ക് മടങ്ങണമെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഭിന്നതയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ഗർവാപസി അത് മുൻഗാമികളായ മഹത്വക്കരുടെ മഹനീയ ഗുണങ്ങളിലേക്ക് മടങ്ങലാണ്. അത് പരസ്പരം സാഹോദര്യമാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചൊരു വിഷയമാണ് എല്ലാവരും പരസ്പരം സ്നേഹത്തിനും സാഹോദര്യത്തിനും കഴിയണമെന്നത്. എല്ലാ ജുമുഅ നമസ്കാരത്തിന്റെ സന്ദർഭത്തിലും ഏതാണ്ട് മിക്ക മസ്ജിദുകളിൽ നിന്നും പരിശുദ്ധ ഖുർആനിന്റെ ഒരു സൂക്തം പാരായണം ചെയ്ത് എല്ലാവരെയും കേൾപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. തീർച്ചയായും പടച്ചവൻ എല്ലാവരോടും നീതി കാണിക്കാനും പരോപകാരം പുലർത്താനും കൽപ്പിക്കുന്നു. ബന്ധങ്ങൾ നട്ട് നനച്ച് വളർത്താൻ നന്നാക്കാൻ കൽപ്പിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തടയുന്നു. പ്രത്യേകിച്ചും ഏറ്റവും വലിയ മ്ലേച്ഛതയും പാപവുമായ അക്രമത്തിൽ നിന്നും പടച്ചവൻ തടയുന്നു. പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. നല്ലവരായ ദാസന്മാരുടെ വലിയ പരിശ്രമങ്ങളിലൂടെ ഉണ്ടായിത്തീർന്ന നല്ല അവസ്ഥകളെയും നന്മകളെയും നിങ്ങൾ നശിപ്പിക്കരുത്. ഈ നാടും വീടും ഈ പ്രദേശവും ഉണ്ടായത് സ്വയംഭൂവല്ല, ആകാശത്തിൽ നിന്നും ഒരു കഷണം വീണതുമല്ല. ഇതിന്റെ പിന്നിൽ വലിയ അധ്വാനം നടന്നിട്ടുണ്ട്. ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് വലിയ പരിശ്രമം നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത് ഒരു വീടിന്റെ നിർമ്മാണം കാണുകയുണ്ടായി. ഭാര്യയും ഭർത്താവും കൂടി കഠിനാധ്വാനം ചെയ്യുന്നു. അവിടെ ഈ വചനം ഓർമ്മ വരികയുണ്ടായി. ഇത് വീടിന്റെ കാര്യമാണെങ്കിൽ വലിയ വീടാണ്. നമ്മളുടെ നാട്, ഇന്ത്യ മഹാരാജ്യം, ഈ ലോകം, അള്ളാഹു പറയുന്നു മഹാത്മാക്കളുടെ വലിയ പരിശ്രമം നടന്നിട്ടുണ്ട്. അതിലൂടെയാണ് ഈ വസന്തവും പൂന്തോട്ടവും ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന നന്മകളെയും നല്ല അവസ്ഥകളെയും ഒരിക്കലും നശിപ്പിക്കരുത്. കഠിനമായ ശത്രുക്കളുടെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയായ കാര്യത്തിലും തിന്മയിൽ നിന്നും അകന്നു കഴിയുന്ന വിഷയത്തിലും കടുത്ത ശത്രുക്കളോട് നിങ്ങൾ സഹകരിക്കണം. എന്തൊരു വാക്കാണ്! പാപത്തിന്റെ കാര്യത്തിലും പരസ്പരം ശത്രുതയുടെ വിഷയത്തിലും അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നിങ്ങൾ സഹകരിക്കാനും പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കൂട്ടം അക്രമികളായ ആളുകൾ പലായനത്തിന് നിർബന്ധിച്ചു. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. ആ മക്കക്കാരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്.
നിങ്ങൾ അവരുമായി നന്മകളിലും പാപങ്ങൾ വർജിക്കുന്ന വിഷയത്തിൽ സഹകരിക്കും. അതുപോലെ തിന്മകളിലും പരസ്പരം അക്രമങ്ങളിലും നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അധ്യാപനത്തെ കൂടുതൽ ശക്തമാക്കുകയും സ്വന്തം ജീവനത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. എല്ലാ സഹോദരങ്ങളുടെയും ജീവനും സ്വത്തും അഭിമാനവും ആദരണീയമാണ്. അതിനെ അനാദരിക്കരുതെന്നും നിന്ദിക്കരുതെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വലാ തഹാസദു വലാ തബാഗദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ പരസ്പരം ശത്രുത പുലർത്തരുത്, നിങ്ങൾ പരസ്പരം മുഖം തിരിച്ച് നടക്കരുത്, മറ്റുള്ളവരോട് കോപം പുലർത്തിക്കൊണ്ട് ജീവിക്കരുത്, നിങ്ങൾ പരസ്പരം പടങ്ങിക്കഴിയരുത്, നിങ്ങൾ പടച്ചവന്റെ ഏകോദര സഹോദരങ്ങളായി, പടച്ചവന്റെ ദാസന്മാരായി, ഏകോദര സഹോദരങ്ങളായി ജീവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇത് ഖുർആനിന്റെയും ഹദീസിന്റെ മാത്രം അധ്യാപനമല്ല, ആത്മാർത്ഥമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ മഹാത്മാക്കളുടെയും പാഠമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കവി എന്നല്ല, കിഴക്കിന്റെ തന്നെ കവിയായ അല്ലാമ ഇഖ്ബാൽ പറയുന്നു, മദ്ഹബ് നഹി സിഖാത്ത ആപസ് മേ ബൈർ റഖ്ന. ഒരു മതവും പരസ്പരം ശത്രുത പുലർത്താൻ, കോപത്തോടുകൂടി നടക്കാൻ പഠിപ്പിക്കുന്നില്ല. ഹിന്ദിയെ ഹം വതൻ, പ്രത്യേകിച്ചും ഇന്ത്യ നിവാസികളായ, ഇന്ത്യ രാജ്യക്കാരായ നാം എല്ലാവരും ഒരു നാട്ടുകാരാണെന്ന നിലയിൽ വലിയൊരു സാഹോദര്യമെന്ന് നമുക്കിടയിലുണ്ട്. ഹിന്ദിയെ ഹം വതൻ, ഹിന്ദു സിത്താൻ ഹമാര. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഈ ഇന്ത്യ നാം എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് പരസ്പരം സാഹോദര്യത്തിൽ കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ആവശ്യമാണ് ഈ സാഹോദര്യവും സ്നേഹവും പരസ്പര ആദരവും നാം പഠിക്കുകയും പകർത്തുകയും അതിനെ കഴിവിന്റെ പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത്. ഒരു ഭാഗത്തൊരു കൂട്ടം ആളുകൾ മതദ്വേഷം, പരസ്പരം ശത്രുത, ഇതെല്ലാം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നേരെ എതിരായി നമ്മളും അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യാൻ തുടങ്ങിയാൽ കടുത്ത തീയും പുകയും ഒന്നും കൂടി ആളിക്കത്തുകയും കൂടുതൽ നശിക്കുകയും ചെയ്യും. എന്നാൽ ആരെങ്കിലും തീ കത്തിക്കുന്നു, നമ്മൾ ആ തീ അണയ്ക്കാൻ പരിശ്രമിച്ചാൽ, പ്രത്യേകിച്ചും പടച്ചവന്റെ നിർദ്ദേശപ്രകാരമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേരണ പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതാണ്. രംഗം അല്പാൽപമായി ശാന്തമാകുന്നതാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഉപദേശിക്കുന്നു, നമ്മൾ പരസ്പരം സാഹോദര്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പ്രവൃത്തിയിലൂടെ സാഹോദര്യം വർദ്ധിപ്പിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചെറുതെങ്കിലും സാഹോദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു വളരെ ഉന്നതമായൊരു മാർഗം പറഞ്ഞു തരുന്നു. തഹാദു തഹാബബു, നിങ്ങൾ പരസ്പരം ഉപഹാരങ്ങൾ കൈമാറി നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നതാണ്. അല്പം വെള്ളമെടുത്തു കൊടുക്കൽ, ചായ കൊടുക്കൽ, അത്തർ കൊടുക്കൽ, സുഗന്ധം കൊടുക്കൽ, ഒന്ന് കൊടുക്കാനില്ല, ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കൽ, വഴി പറഞ്ഞു കൊടുക്കൽ, മിച്ചം വരുന്ന സാധനങ്ങൾ നല്ല നിലയിൽ ആളുകൾക്ക് കൈമാറി, രോഗികളായി ആരെയെങ്കിലും കാണുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് താങ്ങൽ. ഇങ്ങനെ സേവന സഹായങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധമുണ്ടാകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു നോക്കി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും നാം സഹകരിക്കുക എന്നത്. എവിടെയെങ്കിലും മരണം നടന്നു, ആർക്കെങ്കിലും രോഗം വന്നു, ഒന്ന് സന്ദർശിക്കൽ, അതുമായി ബന്ധപ്പെട്ടവരെ ആശ്വസിപ്പിക്കൽ. ഇതിൽ ജാതിയുടെയും മതത്തിന്റെയും പോലും വ്യത്യാസമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫിഖഹിന്റെ കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ദുഃഖിതനായ അമുസ്ലിമിനെ ആശ്വസിപ്പിക്കലും പുണ്യകർമ്മമായ കാര്യമാണ്. ആരുടെയെങ്കിലും മാതാപിതാക്കൾ മരണപ്പെട്ടു, നാം അവരുടെ വീട്ടിൽ പോകും, ആശ്വാസത്തിന്റെ വജസ്സുകൾ പറയും,
പരസ്പരം സ്നേഹബന്ധമുണ്ടായിത്തീരും. ഇതുപോലെ ആർക്കെങ്കിലും വിജയമുണ്ടായി, സന്തോഷമുണ്ടായി, മക്കൾ ജനിച്ചു, അല്ലെങ്കിൽ അവർ പരീക്ഷയിൽ വിജയിച്ചു, ഒരാശംസ നേടി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമാണെങ്കിലും ഇത് വലിയ സ്വാധീനം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പ്രവർത്തനത്തിന് പ്രാമുഖ്യം കൊടുക്കണം. അല്ലാഹു തആല കാര്യങ്ങൾ വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി എവിടെയെങ്കിലും മരണം നടന്നു, നമ്മൾ ആ മരണത്തെപ്പറ്റി അറിയിക്കും, അതിനെ എങ്ങോട്ടാണ് പോകേണ്ട വഴിയും കൂടി കാണിക്കും. സുമനസ്സുകളായ ആളുകൾ പോകും, അവിടെ പോയി അവർക്ക് അനുശോചനം നേരും, അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. മൗലാന സയ്യിദ് അർഷദ് മദനി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചും പരിശ്രമിക്കുന്ന മഹാനവറുകൾ പറയുന്നു, അമുസ്ലിമീങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ശരി അവരുടെ കല്യാണങ്ങളിൽ പോകും. ആഹാരം കഴിക്കാൻ അവർ വിളിക്കണം, ആഹാരം കഴിക്കണ്ട, അവിടെ പോയി അവർക്ക് ആശംസ നേരും. അവർ അറിയിച്ചാലും ഇല്ലെങ്കിലും ശരി അവിടെ മരണം സംഭവിച്ച് അവരുടെ വീടുകളിൽ പോയി അനുശോചനം രേഖപ്പെടുത്തി. ഇത്ര സങ്കടകരമാണ്. നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കൂടി മരണം വിളിച്ചുകൊണ്ടു പോകുന്നു. ഇത് ആരുടെയോ കാര്യമെന്ന് പറഞ്ഞ് നമ്മൾ അലസമായിരിക്കുന്നു. അതുകൊണ്ട് ഒന്ന്, പ്രവർത്തനത്തിൽ കൂടി സ്നേഹബന്ധമുണ്ടാക്കി. രണ്ട്, നമ്മൾ ആളുകൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതാണ് ധർമ്മം, ഇതാണ് മതം. ഇസ്ലാം സാഹോദര്യമാണ്, കരുണയാണ്, സ്നേഹമാണ്, വാത്സല്യമാണ്, കൃപയാണ്. ജനങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. അതും രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മളുടെ ഈ മസ്ജിദിൽ ഉള്ള സഹോദരങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്തരം അവസ്ഥകളെ പ്രത്യേകം നോക്കി അങ്ങോട്ടേക്ക് ചെറിയ സംഘങ്ങളായ ആളുകളെ വിടണം. മരണം സംഭവിച്ചു, അതുപോലെ തന്നെ സന്തോഷമുണ്ടായി, നമ്മളവിടെ സംഘങ്ങളായി പോയി അവരുമായി ബന്ധപ്പെട്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കണം. അതിലൂടെ അവർക്ക് മനസ്സിലാകും. ഈ മസ്ജിദിലേക്ക് പോയി വരുന്നതിന് ഇടയിൽ ഒരു വീട്ടിൽ കറുത്ത കൊടി കുത്തിയിരിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ പതുക്കെ ഇറങ്ങി. ഉടനെ അവർ പറഞ്ഞു, ഇവിടെയല്ല, പള്ളി അങ്ങോട്ടേക്കാണ്. ഞാൻ പറഞ്ഞു, അങ്ങോട്ടേക്കല്ല, അവിടെ നിന്നാ വരുന്നത്, ഇവിടത്തേക്ക് വന്നതാണ്. ജമീയത്തുൽ ഉലമാ ഹിന്ദിന്റെ അധ്യക്ഷൻ മൗലാന സയ്യിദ് അർഷദ് മദനി എന്നെ പറഞ്ഞു വിട്ടതാണ്. ഞാൻ ഈ മറിയം മസ്ജിദിലെ ഒരു എളിയ സേവകനാണ്, ഞാൻ അവിടുന്ന് വരികയാണ്. എന്തിന്? നിങ്ങൾക്ക് ആശ്വാസം നേരുന്നതിന് വേണ്ടി. എന്നെ അവർ പൊക്കിയെടുത്ത് ആ മൃതദേഹത്തിന്റെ അരികിൽ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിരുത്തി. ഇതാ മോലി വന്നിരിക്കും, എത്ര ആദരവാണ്. ഞാൻ അവിടെ നിന്ന് അവരോട് ആശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് ഒന്ന്, അങ്ങനെ നമ്മൾ പോകും. രണ്ട്, നാം ഓരോരുത്തരും ഇതൊരു ബാധ്യതയായി ഏറ്റെടുത്ത്, പ്രത്യേകിച്ചും പണ്ഡിതന്മാർ പറയുന്നു, നമ്മൾ മതനേതാക്കന്മാരുമായി, കച്ചവടക്കാരുമായി, കർഷകരുമായി, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ പരിശ്രമിക്കും. അടുത്ത വീട്ടിൽ മരണം നടന്നു, നമ്മൾ പോകും. ഇല്ല, കൂട്ടത്തിൽ നമ്മുടെ ഭാര്യയെ കൊണ്ടുപോകും, മകളെ കൊണ്ടുപോകും, അവരുടെ പെണ്ണുങ്ങൾക്ക് ആശ്വാസം നേരാൻ പറയും. അടുത്ത വീട്ടിൽ ജനനം നടന്നു, നമ്മുടെ ഭാര്യയെ കൊണ്ടുപോകും, മക്കളെ കൊണ്ടുപോകും, അവർക്ക് ആശംസ നേരാൻ പറയും. തൊപ്പിയിട്ട് ഞാൻ ഏതെങ്കിലും ഡോക്ടറോട് പറയുന്നതിനേക്കാളും വിലയാണ് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ ഡോക്ടർമാർ ഏതെങ്കിലും ഡോക്ടറിനോട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയാൻ. കച്ചവടക്കാരോട് പറയാൻ എളുപ്പമാണ്. അവർ തുറന്നു ചോദിക്കും, കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണോ, കാര്യം തുറന്നു ചോദിക്കും. അതുകൊണ്ട് ഈ രണ്ട് രീതിയിൽ, ഒന്ന്, ഈ മസ്ജിദിന്റെ കീഴിൽ വ്യവസ്ഥാപിതമായി ഇങ്ങനെ ആളുകൾക്ക് ആശംസകൾ നേരുന്നതിന്, ആശ്വാസം പകരുന്നതിന് ഒരു സംവിധാനം വേണം. രണ്ട്, നാം ഓരോരുത്തരും നമ്മളുടെ ബാധ്യതയായി ഏറ്റെടുത്ത് നമ്മളുടെ ഒരു രീതിയായി കണ്ട് നമ്മൾ ഈ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നടത്തുകയാണെങ്കിൽ മീഡിയകളും അതുപോലെ തന്നെ കള്ള രാഷ്ട്രീയക്കാരും നടത്തുന്ന ഇസ്ലാമോഫോബിയ, അതുപോലെ ഇസ്ലാമിനെ പറ്റിയുള്ള തെറ്റായ പ്രചാരണം, ഇതിന് വളരെ ശാന്തമായ നിലയിൽ മറുപടി നൽകാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃദ്ധയുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് സഹായിക്കുകയുണ്ടായി. കൊണ്ടുവച്ചു. അവര് തിരിച്ച് സഹായിക്കാൻ പോയപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു, എനിക്ക് സഹായം വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ചെയ്തതാണ്. എന്നാ മോനെ ഒരു കാര്യം പറഞ്ഞേക്കാം, മോന് പൈസ വേണ്ടെങ്കിൽ ഒരു ഉപദേശം നൽകിയേക്കാം. ഈ നാട്ടിലൊരു തീവ്രവാദി, ഭീകരവാദി മുഹമ്മദിന്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്, അയാളെ സൂക്ഷിക്കണം. പൊന്നമ്മേ, ആ പറയുന്നത് എന്നെപ്പറ്റി തന്നെയാണ്. ആ സ്ത്രീ ഉടനെ പ്രവാചകന്റെ കാലിൽ വീഴുകയുണ്ടായി.
ആദരവായ റസൂലിന്റെ അനുയായിയായിട്ട് മാറി. അതുകൊണ്ട് എത്ര എതിരായ പ്രചാരണങ്ങൾ നടന്നാലും നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ പടച്ചവന് പരിവർത്തനമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും ഇത് കേൾക്കുന്ന എല്ലാവരോടുമുള്ള ഉപദേശം, നമ്മൾ മറ്റുള്ളവരുടെ പ്രത്യേകിച്ചും അമുസ്ലിമീങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കും. എന്റെ പേരല്ല ഉയരേണ്ടത്, എന്റെ സ്ഥാനമല്ല വളരേണ്ടത്, മറിച്ച് ഈ ദീനിനെ പറ്റി അവർ മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തിൽ നമ്മൾ പ്രവർത്തിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പരിപൂർണമായ മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.